നമസ്കാരം. അപ്പോൾ KS മെൻറ്ററിൻ്റെ ഡിഗ്രി തല പരീക്ഷകളുടെ വീഡിയോ സീരീസിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ ഈ പ്രിലിംസിൻ്റെയൊക്കെ മാർക്ക് വെയിറ്റേജ് പറയുന്ന സമയത്ത് MEMൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു. അതിൽ തന്നെ മാത്സ് 20 മാർക്കോളം നിങ്ങളുടെ പ്രിലിംസിന് കൊണ്ടുപോകുന്ന മാത്സ് എന്ന സബ്ജക്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ അരിത്തമെറ്റിക് ആൻഡ് റീസണിങ്. സോ ഈ ഒരു സബ്ജക്റ്റ് കുറച്ച് പേടിയോടെ കാണുന്ന ചില ആസ്പിരൻസ് ഉണ്ട്. കുറേ ആൾക്കാർ ഇത് 20 എളുപ്പത്തിലടിച്ച് പ്രിലിംസ് കയറുന്നവരാ. വേറെ ചില ആൾക്കാരാണ് ഈ 20 കിട്ടാത്തതുകൊണ്ട് മാത്രം പ്രിലിംസ് പാസ്സാത്തവരുമാണ്. അവർ ആർട്സിലൊക്കെ അടിപൊളിയാണ്, അവർ GS പേപ്പറുകളിൽ മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ട്, മലയാളത്തിൽ മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് മാത്സിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത്തരം ആൾക്കാർക്ക് അല്ലെങ്കിൽ പ്രിലിമിനറി എക്സാമുകൾക്ക് വരുന്ന മാത്സ് ഏത് രീതിയിലാണെന്ന് കാണിക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എസ്പെഷ്യലി ഇന്ന് നമ്മൾ അതിലെടുത്തിരിക്കുന്ന ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന ഭാഗം. PSC സിലബസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ ഭാഗത്തുനിന്നാണ് മാത്സും റീസണിംഗ് എന്നൊക്കെ വ്യക്തമായി തന്നിട്ടുണ്ട്. നോർമലി PSC ഓരോ ചോദ്യം വെച്ച് തന്നെയാണ് ചോദിക്കല് എല്ലാ പരീക്ഷകൾക്കും. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ എല്ലാം പഠിക്കണം. കാരണം എന്ത് വിട്ടുപോയാലും നിങ്ങൾക്ക് 1 മാർക്ക് പോകും. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാം അതിൻ്റെതായ വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം. ഇന്ന് നമുക്ക് ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന PSC ക്വസ്റ്റ്യൻസ് എത്ര എളുപ്പത്തിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഇൻഫർമേഷൻ വെച്ചിട്ട് എങ്ങനെ നേടിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങൾ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ സ്കൂളുകളിൽ നിങ്ങൾ പഠിച്ച വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഫോർമുലയുണ്ട് അല്ലേ? സമയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള ബന്ധം. ആൻഡ് ഓരോ സെക്കൻഡിലും നിങ്ങൾ ഇത്ര ദൂരം മാറുന്നു, ആ മാറ്റത്തിന് അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്പീഡ് എന്നുള്ളത്. അതൊരു വെക്ടർ ഫോം ആവുന്ന സമയത്ത് അതിന് വെലോസിറ്റി ആകും എന്നൊക്കെ നിങ്ങൾ ഫിസിക്സ് പഠിച്ച് കാണും. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തുനിന്നുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ പറയും, നിങ്ങൾക്ക് ഒരേ ഒരു ഇക്വേഷൻ മതി. സത്യം പറഞ്ഞാൽ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. മനസ്സിലായില്ലേ? ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ അവറിലും എത്രമാത്രം ദൂരമാണ് ഒരാൾ കവർ ചെയ്യുന്നത്, അതാണ് എന്ത്? സ്പീഡ് എന്ന് പറയുന്നത്. സോ സ്പീഡ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ചില ബേസിക് ഫോർമുലാസ് ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അറിയണം. അത് നിങ്ങൾ പൊതുവെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന ഫോർമുലാസ് തന്നെ ആയിരിക്കും. ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വെലോസിറ്റീസ് അല്ലെങ്കിൽ സ്പീഡൊക്കെ മീറ്റർ പെർ സെക്കൻഡിൽ തന്നാൽ അതിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാൻ, കിലോമീറ്റർ പെർ അവറിൽ തന്നു കഴിഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ. ഈ 2 ഫോർമുലാസാണ് പൊതുവെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടി വരലും അല്ലേ? ഇപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ നിങ്ങൾക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഞാൻ നേരിട്ട് ഫോർമുല എഴുതിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോൾ കിലോമീറ്റർ പെർ അവർ അല്ലേ, ഇതിന് നിങ്ങൾക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കാൻ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണെന്നും, അല്ലെങ്കിൽ 1 അവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണെന്നും, ആ 60 മിനിറ്റിൽ വീണ്ടും 60 സെക്കൻഡ് ഉണ്ടെന്നും അല്ലേ, സോറി ഓരോ മിനിറ്റിലും 60 സെക്കൻഡ് ഉണ്ടെന്നും അല്ലേ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന. അല്ലെങ്കിൽ 100 അല്ലേ, നിങ്ങൾ 100 നിങ്ങൾ എന്ത് വരും അല്ലേ, 10/36 അല്ലെങ്കിൽ 5/18. ഇത് നിങ്ങൾക്ക് സിമ്പിൾ ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ഇതും ചെയ്യണ്ട, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സമയം കുറവായതുകൊണ്ട് 1 കിലോമീറ്റർ പെർ അവറിനെ നിങ്ങൾക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 5/18. ആൻഡ് തിരിച്ചാണെങ്കിലോ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് ആക്കാനാണെങ്കിലോ 18/5. ഇത് നിങ്ങൾക്ക് ഇതേപോലെ ഫോർമുലയിൽ 1000 60 ഒക്കെ ഇട്ട് കൊടുത്താൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതാ പറഞ്ഞത്, സ്കൂൾ കാലഘട്ടത്തിലെ നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാനും മൾട്ടിപ്ലൈ ചെയ്യാനും, അല്ലെങ്കിൽ ഈ കാണുന്ന സ്പീഡ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വൈ സമയമാണെന്ന് അറിയുമെങ്കിലും നിങ്ങൾക്ക് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ വരുന്ന ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ വരുന്ന എല്ലാ പ്രോബ്ലം ചെയ്യാം. അത് എന്ത് ട്രെയിൻ ആയിക്കോട്ടെ, പോലീസും കള്ളനും കളി ആയിക്കോട്ടെ, എന്ത് നിങ്ങൾക്ക് ചെയ്യാം. കാണാം നമുക്ക്. സോ നോക്കിയേ, അപ്പോൾ അടുത്ത വേറൊന്ന് ആവറേജ് സ്പീഡ്. ഈ ഒരു കൺസെപ്റ്റ് പരീക്ഷിക്കുമല്ലോ. എന്താ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ? ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ദൂരം കവർ ചെയ്തു ബൈ നിങ്ങൾ അതിനെടുത്ത ടോട്ടൽ സമയം അല്ലേ. അതിന് ടെസ്റ്റ് ചെയ്ത് പല രീതിയിൽ ചോദിക്കും. ഇപ്പോൾ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒരേ ദൂരം വ്യത്യസ്ത സമയങ്ങളിൽ സഞ്ചരിച്ചു, അപ്പോൾ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് വ്യത്യാസമുള്ളത് കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരേ സമയത്ത് സഞ്ചരിച്ച ദൂരം, അല്ലെങ്കിൽ ഒരേ സമയത്ത് പല വെലോസിറ്റിയിൽ സഞ്ചരിച്ചു, അങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്താ? ഈ 2 കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒന്നുകിൽ ഇക്വേഷൻ നമുക്ക് കാണാം, അല്ലെങ്കിൽ അതിൻ്റെ കാര്യം എന്താ? ഇക്വേഷൻ പഠിക്കുന്ന സമയത്ത് ഈ പലപ്പോഴും കുട്ടികളിൽ ഈ മാത്സും റീസണിങ്ങും ഒരുപാട് ആയിരക്കണക്കിന് ഇക്വേഷൻ, ടൈപ്പ് 1 ടൈപ്പ് 2 ടൈപ്പ് 3 എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒന്നും കാര്യമില്ല. ഈ ഒരൊറ്റ ഇക്വേഷൻ മതി നിങ്ങൾക്ക്. സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ അല്ലേ, സെയിം ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ ആവറേജ് സ്പീഡ് എന്താണെന്നുള്ളത് ഇപ്പോൾ ഇക്വേഷൻ നമ്മൾ കണ്ടു. ഞാൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇനി പരീക്ഷകളിൽ ഇക്വേഷൻ പഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തോ, അതിനുള്ള സമയമൊക്കെ കിട്ടും അല്ലേ. അപ്പോൾ നോക്കിയേ, ഇപ്പോൾ ഒരേ ഡിസ്റ്റൻസ്, ഇപ്പോൾ L എന്ന ദൂരം ഒരാൾ കവർ ചെയ്യാമെന്ന് വിചാരിച്ചോ.
വീണ്ടും അയാൾ അതേ ദൂരം തന്നെ കവർ ചെയ്യുന്നത്. പക്ഷെ ആദ്യത്തെ തവണ അയാൾ കവർ ചെയ്തപ്പോൾ അയാൾ എടുത്ത വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് v1 എന്ന സ്പീഡായിരുന്നു. രണ്ടാമത്തെ തവണ അയാൾ v2 എന്ന സ്പീഡ് എടുത്തു. സമയം മാറിയത് കൊണ്ട് തന്നെ ഇത്തവണ അയാൾ എടുക്കുന്ന സമയവും ഇവിടെ അയാൾ എടുക്കുന്ന സമയവും രണ്ടായിരിക്കണമല്ലോ, കാരണം രണ്ട് സ്പീഡിൽ അയാൾ ഓടുന്നത്. ഇനി ഇങ്ങനെയാണെങ്കിൽ ഇവിടെ അയാളുടെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ, v1 എന്ന് പറയുന്നത് നമുക്കറിയാം ഒരേ ഒരു ഫോർമുല, സിംഗിൾ ഫോർമുല, എന്താ, ഡിസ്റ്റൻസ് ബൈ സമയം. ഇവിടെയാണെങ്കിൽ എന്ത് വരും, v2 എന്ന് പറയുന്നത് എന്ത് വരും, സെയിം ഡിസ്റ്റൻസ് തന്നെ ട്രാവൽ ചെയ്ത് പക്ഷെ സമയം വേറെയാണ് അല്ലേ. ഇനി ആവറേജ് വെലോസിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാലും എന്താ, ടോട്ടൽ ദൂരം എന്താ, ഇവിടെ അയാൾ ഒരേ ദൂരം തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത് രണ്ട് സമയത്തും. അപ്പോൾ ടോട്ടൽ ദൂരം എന്താ, L+L, 2L അല്ലേ. ടോട്ടൽ സമയം അയാൾ എടുത്താൽ എന്താ, T1 + T2 അല്ലേ. ഇനിയോ 2L എന്ന് പറയുന്നത്, T1 എന്ന് പറയുന്നത് എന്താ, ഇതാ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അറിയാലോ, ഡിവൈഡ് ചെയ്യാനും അറിയാലോ. ഇതിന് നിങ്ങൾക്ക് T1 എന്താന്ന് എഴുതിക്കൂടെ, എന്താ, L/V1 + T2 എന്ന് പറഞ്ഞാൽ എന്ത് വരും, L/V2 അല്ലേ. നിങ്ങൾ മൊത്തം കളഞ്ഞോ അല്ലേ, v1 ഉം v2 ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് അല്ലേ, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, മേലോട്ട് വരും. സോ ദാറ്റ് 2v1 v2 ഡിവൈഡഡ് ബൈ, വീട്ടിലിരുന്ന് ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടോ, ഇത് v2 2v, ഇങ്ങനെയാണ് അത് വരുന്നത്. അല്ലാതെ അതിലും വേറെ ഇക്വേഷൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് നിങ്ങളെ ബോധിപ്പിക്കാനായത്. ഒരേ ഒരു ഇക്വേഷൻ മാത്രമേ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടൂ. ഇനി ഇതേ കാര്യം തന്നെ ഒരേ സമയത്താണെന്ന് വിചാരിച്ചോ. ഒരേ സമയത്താവുമ്പോൾ ആവറേജ് വെലോസിറ്റി എന്നുള്ളത് v1 + v2 ഡിവൈഡഡ് ബൈ 2 എന്നുള്ള വളരെ സിമ്പിളായ ഒരു ഫോർമുലയിൽ എത്തും. ഇതെങ്ങനെ വരുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി ഫോട്ടോ എടുത്തിടണം. എത്ര പേര് ഇടുമെന്ന് എനിക്ക് കാണണം. കാരണം ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒരേ ഒരു ഇക്വേഷൻ വെച്ച് മാത്രം ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ എല്ലാ പ്രോബ്ലവും ചെയ്യാം. സോ എനിക്ക് നിങ്ങൾ ചെയ്തു തരേണ്ടത് എങ്ങനെയാണ് ഒരേ സമയത്താണ് ഇതേപോലെ നടക്കുന്നെങ്കിൽ, ഒരേ സമയത്ത് എന്താ വ്യത്യസ്ത സ്പീഡിൽ പോകുന്നു, അതുകൊണ്ട് തന്നെ അവരെന്താ വ്യത്യസ്ത സ്പീഡിലായതുകൊണ്ട് വേറെ വേറെ സമയങ്ങൾ അവർ കവർ ചെയ്യുന്ന ദൂരം വേറെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ആവറേജ് സ്പീഡ് എന്താണ്, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എങ്ങനെ വന്നേ എന്നുള്ളത് പറയണം. ഓക്കെ, ഇനി ഇത് പഠിക്കാൻ പോയി ഇങ്ങനെ ഡിറൈവ് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിച്ചു. പക്ഷെ പരീക്ഷകളിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഇക്വേഷൻ അങ്ങ് പഠിച്ചോ വേണമെങ്കിൽ. എന്താ, ഒരേ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് 2 × v1 v2 ഓർ xy വാട്ട് എവർ എന്താ ഡിവൈഡഡ് ബൈ v1 + v2, അല്ലെങ്കിൽ ഒരേ സമയത്താണെങ്കിലോ എന്താ v1 + v2/2. ഇത്രയേ ഉള്ളൂ. ആൻഡ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ വേറൊരു കൺസെപ്റ്റിനെ കുറിച്ച് കൂടെ അറിയണം. എന്താ, റിലേറ്റീവ് സ്പീഡ്. റിലേറ്റീവ് സ്പീഡ് എന്നുള്ളത് നിങ്ങൾ ഡെയിലി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെ. ഇപ്പോൾ ചില സമയത്തൊക്കെ നിങ്ങൾ ബസ്സിലിരുന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് എണീറ്റ് നോക്കുമ്പോൾ സമയത്ത് അപ്പുറത്ത് സ്വന്തം ബസ് മൂവ് ചെയ്യുന്ന പോലെ തോന്നും അല്ലേ. അപ്പം നിങ്ങളൊന്ന് ഉറക്കൊന്ന് എണീച്ച് വൃത്തിയായി വരുന്ന സമയത്തേക്ക് അപ്പുറത്തെ ബസ് മൂവ് ചെയ്യുമായിരിക്കും, നിങ്ങളുടെ ബസ് മൂവ് ചെയ്തിട്ടേ ഉണ്ടാവില്ല. എന്താ, സ്പീഡ് എന്ന് പറയുന്നത് റിലേറ്റീവാണ്. നിങ്ങളുടെ സ്പീഡും നിങ്ങളുടെ ഒപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മൂവ് ചെയ്യുന്ന വേറൊരു സാധനത്തിൻ്റെ സ്പീഡൂടെ നോക്കി മാത്രമേ നിങ്ങൾക്ക് സ്പീഡ് എന്താണെന്നുള്ളതിനെ കുറിച്ച് പറയാൻ പറ്റൂ അല്ലെ. ആഫ്റ്റർ ഓൾ നമ്മൾ എർത്തും സോളാർ സിസ്റ്റവും എല്ലാം റിലേറ്റീവ് സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു റിലേറ്റീവ് സ്പീഡ് എന്നുള്ള കൺസെപ്റ്റൂടെ നിങ്ങൾ പരീക്ഷകളിൽ അപ്ലൈ ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താ റിലേറ്റീവ് സ്പീഡ് എന്നുള്ളത്. സോ രണ്ട് ബോഡികളുടെ റിലേറ്റീവ് സ്പീഡ് അപ്ലൈ ചെയ്ത ചോദ്യങ്ങളെ പരീക്ഷയ്ക്ക് സാധാരണഗതിയിൽ ചോദിക്കല്. സോ രണ്ട് ബോഡീസ് എന്താ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുവാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ അവരുടെ വെലോസിറ്റി എന്നുള്ളത് അല്ലെങ്കിൽ അവരുടെ സ്പീഡ് എന്നുള്ളത് എന്ത് ചെയ്യും, ആഡ് ചെയ്യപ്പെടും. അത്രേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്, രണ്ട് വണ്ടികൾ ഇങ്ങനെ ഓടി വരുവാണ്. അവർ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിടിച്ചാലാണോ അതോ ഒന്ന് വേറെ ഒന്നിൻ്റെ ബാക്കിൽ ഒരേ ഡയറക്ഷനിൽ വന്നിടിച്ചാലാണോ ഇമ്പാക്റ്റ് കൂടുതൽ കിട്ടുക? അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓപ്പോസിറ്റ് സൈഡിൽ ഇടിക്കുന്ന സമയത്ത് അവരുടെ വെലോസിറ്റീസ് ആഡ് ചെയ്യപ്പെടും. സോ ദാറ്റ് റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ള എന്ത് വരും, ഇപ്പോൾ രണ്ടിൻ്റെ വെലോസിറ്റി v1 ഉം v2 ആണെങ്കിൽ v1 + v2 ആവും. രണ്ടാമത്തെ സൈഡ് രണ്ടും രണ്ട് ഡയറക്ഷനിലാണ് പോകുന്നെങ്കിലോ രണ്ടും സെയിം ഡയറക്ഷനിലാണ് വരുന്നെങ്കിലോ ഓപ്പോസിറ്റ് അല്ല സെയിം ഡയറക്ഷനിലാണ് വരുന്നെങ്കിലോ വെലോസിറ്റി എന്നുള്ളത് എന്തായിരിക്കും, രണ്ടിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും. ഇത്രയും നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. സിമ്പിൾ കാര്യങ്ങളല്ലേ. ആവറേജ് വെലോസിറ്റി എന്താണ്, റിലേറ്റീവ് വെലോസിറ്റി എന്താണ്, എല്ലാത്തിനും ഒരേ ഒരു ഫോർമുലയുള്ളൂ. എന്താ, ഡിസ്റ്റൻസ് ഈക്വൽ ടു അല്ലെങ്കിൽ വെലോസിറ്റി ഓർ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. കഴിഞ്ഞു. ഇത് നോക്കി അതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുണ്ടോ. ഡിഗ്രി തലത്തിൽ തന്നെ ചോദിച്ച ചില ചോദ്യങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഇതൊക്കെയാണോ ഡിഗ്രി പഠിച്ച അല്ലെങ്കിൽ ഈ പറയുന്ന ഡിഗ്രി തല ജോലികൾക്കുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്സ് എന്ന ആ ഒരു സബ്ജക്റ്റ് ചോദിക്കുന്ന ചോദ്യം വളരെ സിമ്പിൾ. ഇപ്പോൾ നോക്കിയാൽ ഒരു ചോദ്യം നോക്കിയേ, 31/2023 ചോദിച്ചൊരു ചോദ്യമാണ്. എ പേഴ്സൺ ക്രോസസ് 600 മീറ്റർ ലോങ് സ്ട്രീറ്റ് ഇൻ 5 minutes. വാട്ട് ഈസ് ദ സ്പീഡ് ഇൻ km/h?
നോക്കിയേ, നിങ്ങൾക്ക് അറിയുന്ന ഒരാളെ കുറിച്ചല്ലേ ചോദിച്ചേ. സ്പീഡ് ഈക്വൽ ടു എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സമയമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? മതി. ഇനിയോ ഡിസ്റ്റൻസ് എന്താ തന്നിരിക്കുന്നത്? 600 മീറ്റർ. പിന്നെയോ വെലോസിറ്റി ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം പരീക്ഷകളിൽ ഉത്തരം ഏത് യൂണിറ്റിലാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് അറിയണം. ഇപ്പോൾ ഇവിടെ സിൻസ് ഇതിൻ്റെ ഓപ്ഷൻസ് കോംപ്ലിക്കേറ്റഡ് അല്ലാത്തതുകൊണ്ട് എളുപ്പമാണ്. ചില സന്ദർഭങ്ങളിൽ ഈ ഓപ്ഷൻസ് കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ട് അത്തരം രീതികൾ അറ്റ്ലീസ്റ്റ് മാത്സിലൊന്നും PSC തുടങ്ങിയിട്ടില്ല. പക്ഷേ നിയർ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങൾക്ക് അതും കാണേണ്ടി വരും. സോ എന്താണ് ഓപ്ഷനിൽ ചോദിച്ചിരിക്കുന്നത്, ഏത് യൂണിറ്റിലാണ് ചോദിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ വളരെ വ്യക്തമായി അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാം. സമയം എന്നുള്ളത് എന്താണ്? മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ പഠിച്ചിരിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാനാണ്. സോ നിങ്ങളുടെ ഒരു ചെറിയ ലോജിക്കിന്റെ പുറത്ത് വരുന്നില്ലേ? ഇവിടെ തന്നെ സെക്കൻഡിലായി കഴിഞ്ഞാൽ എനിക്ക് പിന്നീടുള്ള കൺവേർഷൻ എളുപ്പമാകും എന്നുള്ളൊരു ചിന്ത പോയില്ലേ? ആ ചിന്ത ഇവിടെ അപ്ലൈ ചെയ്തേ. എന്താ? 5 മിനിറ്റ് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? 5 × 60 അല്ലെങ്കിൽ 300 അല്ലേ? അപ്പൊ എന്ത് വരും? 5 × 60 പറഞ്ഞാൽ 300 വരും. 2 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ? 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ പെർ അവർ? നിങ്ങൾക്ക് അറിയാം മീറ്റർ പെർ സെക്കൻഡിലെ കിലോമീറ്റർ പെർ അവറിലോട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേ? ഇൻറ്റു 18/5. 18/5 എടുക്കുന്ന സമയത്ത് എന്ത് വരും? 2 × 18 എന്ന് പറഞ്ഞാൽ എത്രയാ? 36 ഡിവൈഡഡ് ബൈ 5. അത്രയും കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ 36/5 എന്ന് പറയുമ്പോൾ നോക്കിക്കേ, 36/5 നിങ്ങൾക്ക് 7 × 5 35 ആണെന്നറിയാം. 7നോട് ചേർന്ന് നിൽക്കുന്ന എന്നാൽ 8×5 40 നിങ്ങൾക്ക് അറിയാം. ഇതൊന്നും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എത്രയാ? 7ന്റെ അടുത്ത് നിൽക്കണം, എന്നാൽ 8 ക്രോസ് ചെയ്യുകയും ചെയ്യില്ല. ഒരേ ഒരു ആൻസർ അല്ലേ ഉള്ളൂ. ഏതാ? ഓപ്ഷൻ ബി. നിങ്ങൾ ചെയ്യേണ്ട അവസാനത്തെ കാൽക്കുലേഷനൊക്കെ നമുക്ക് എളുപ്പമാണ്. അവസാനത്തെ കാൽക്കുലേഷൻ നിങ്ങൾ വിട്ട് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. വേഗം അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്തത് നോക്കിയേ, എ മാൻ വാക്സ് എ ഡിസ്റ്റൻസ് ഓഫ് 600 മീറ്റർ ഓഫ് എ സ്ട്രീറ്റ് ഇൻ 5 minutes. ഫൈൻഡ് ദ സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ അവർ. റിപ്പീറ്റ് അല്ലേ? റിപ്പീറ്റ് ചോദ്യം ഞാൻ ചെയ്യുന്നില്ല. നോക്കി, അതായത് ഈ ചോദ്യം ഇട്ടതും അതിനാണ്. ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് അടുത്ത ചോദ്യം നോക്കിയേ, ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട. എന്താ? ട്രെയിനിനെ കുറിച്ച് ആദ്യം നിങ്ങൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആ ചോദ്യം മുഴുവനായി വായിക്കുക. ഒന്ന് വെറുതെ നമ്പേഴ്സ് മനസ്സിൽ കയറ്റിയിട്ട് മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. വ്യക്തമായി മുഴുവനായി വായിക്കുക. നോക്കിയേ, എഡ്വിൻ കംപ്ലീറ്റ്സ് എ ജേർണി ഇൻ 11 hours. He travels the first half of the journey at the rate of 20 km per hour and the second half of the journey at the rate of 24 km per hour. Find the distance traveled in kilometer. എന്താ ചോദിച്ചിരിക്കുന്നത്? ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് എന്തിനെ കുറിച്ച് വന്നിട്ടുണ്ടാവും? ഓക്കെ, അയാൾ പകുതി ദൂരം അല്ലെങ്കിൽ പകുതി ജേണി എന്ന് പറയുന്നത് ഒരു സ്പീഡിലും അടുത്ത ജേണി എന്ന് പറയുന്നത് വേറെ സ്പീഡിലും കവർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്താണ്? ഇങ്ങനെ രണ്ട് രീതിയിൽ പകുതി ജേണി അതായത് പകുതി ദൂരം ഒരു സ്പീഡിലും അടുത്ത പകുതി ദൂരം വേറെ സ്പീഡിലും കവർ ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സിലോട്ട് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ പറഞ്ഞ ഏത് സംഭവം വരൂ? ആവറേജ് സ്പീഡ്. വെരി ഗുഡ്. അത് മാത്രമേ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചുള്ളൂ. ഒരേ ഡിസ്റ്റൻസ്, സെയിം ഡിസ്റ്റൻസ് ആവുന്ന സമയത്ത് ആവറേജ് സ്പീഡ് എന്താ നിങ്ങൾ പഠിച്ചതാണ്. എന്താ? 2v1 v2 ഡിവൈഡഡ് ബൈ v1 + v2 അല്ലേ? ഈ ഒരു ഇക്വേഷൻ മാത്രമല്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. നോക്കിയേ, ഇവിടെ തന്നതല്ലേ എല്ലാം. എന്താ? ആദ്യത്തെ പകുതി ദൂരം എത്രയിൽ കവർ ചെയ്തു? 20 km/h കവർ ചെയ്തു. രണ്ടാമത്തെ പകുതി ദൂരം 24 km/h കവർ ചെയ്തു. ആൻഡ് ഡിവൈഡഡ് ബൈ v1 + v2. 20ഉം 24ഉം 44. ഇവിടെ തന്നെ നിങ്ങൾ എഴുതിക്കോ. ഇനി നോക്കിയേ, ഇവിടെ തന്നെ എഴുതിക്കോ. എന്താ? 2 22. ഇങ്ങനെ തന്നെ കിടക്കട്ടെ. അല്ലെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ പെർഫോം ചെയ്തു. എന്താ? 10 11. ഇവിടെ എന്തിനേയും 11ൽ നിർത്തി. നിങ്ങൾ ഉടനെ ഇവിടെ ഒരു 11 കാണാം. നിങ്ങളുടെ മനസ്സിലോട്ട് വരിക, ഏതെങ്കിലും ഇനിയുള്ള എൻ്റെ കാൽക്കുലേഷൻ്റെ ഭാഗത്തിൽ വെച്ച് ഈ 11 എങ്ങാനും വെട്ടിപ്പോയാലോ, എനിക്ക് ഗുണമായില്ലേ? എനിക്ക് കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരുമോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ 11നെ അവിടെ തന്നെ നിർത്തി. എന്നിട്ടോ ആവറേജ് സ്പീഡ് എത്രയാ? ഇത്രയും km/h. അങ്ങനെ നിൽക്കട്ടെ. ഇനിയോ ചോദ്യം എന്താ? ഡിസ്റ്റൻസ് എന്താണ്? നിങ്ങൾക്കറിയാം, സ്പീഡ് എന്ന് പറയുന്നത്, ടോട്ടൽ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആയിരിക്കും. ചോദ്യം എന്താ? ഡിസ്റ്റൻസ് ആണ്. അതായത് എന്താ? ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ആവറേജ് ഇൻറ്റു എന്ത് വരും? ടൈം വരും. ഇത്ര നിങ്ങൾക്ക് അറിയാലോ. ഇനിയോ ആവറേജ് വെലോസിറ്റി നിങ്ങളുടെ കയ്യിലുണ്ട്. എന്താ? 10 × 24 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു സമയം എത്രയാ? സമയം എന്ന് പറഞ്ഞാൽ 11 അവർ. വന്നേ, ഉപകാരം വന്നേ. നോക്കിക്കേ, 10 × 24 അഥവാ 240 കിലോമീറ്റർ എന്നുള്ളതാണ്
ട്രാവൽ ചെയ്ത ദൂരം. അത് തന്നെയല്ലേ ചോദ്യം? ഇത്രയേ ഉള്ളൂ. നോക്കിക്കേ, ഇതിൽ നിങ്ങൾ അറിയാത്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഉപയോഗിച്ചോ? ഇല്ല. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇത്തരം പ്രോബ്ലം വീണ്ടും വീണ്ടും റീവിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ സ്റ്റഡി പ്ലാന് പറയുന്ന പോലെ നിങ്ങൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ മാത്സുമായിട്ട് വലിയ ബന്ധമില്ലാത്ത ആൾക്കാർ ഇത്രയും പെട്ടെന്ന് ഈ വരുന്ന 75 ദിവസങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിലിംസ് എന്നാണോ നടക്കുന്നത് അതുവരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ കേസ് മേറ്റർ ചാനൽ ഇത്തരം വീഡിയോസ് ഇനിയും വരുന്നതാണ്, നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കണം. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ഷെയറും ചെയ്യും. ഇനി അടുത്തൊരു ചോദ്യം നോക്കിയേ, അതെ ട്രെയിൻ സ്ഥിരം വരുന്ന വേറൊരു ടൈപ്പാണ് ട്രെയിൻ. അപ്പോൾ ഇതിനെ ട്രെയിനിൻ്റെ പ്രോബ്ലം ആയിട്ടൊന്നും നിങ്ങൾ വേറെ പഠിക്കേണ്ട ഒരു കാര്യമില്ല. ഇതൊക്കെ ട്രെയിൻ ഓടുന്ന ദൂരം തന്നെയാണ്, ട്രെയിനും സമയമുള്ള ട്രെയിനും സ്പീഡുള്ള. ഓക്കെ നോക്കിയേ, ട്രെയിൻ ഓഫ് ലെങ്ത് 100 meter crosses a bridge in 20 seconds. Okay, in 20 seconds, if its speed is increased by 10 meter per second, the train will cross the bridge in 10 seconds. What is the length of bridge? ഭയങ്കര എളുപ്പമാണ്. രണ്ട് സെൻറ്റൻസ് ആയിട്ട് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, ഇതിലൊന്നും ചെയ്യാനില്ല. നോക്കിയേ, ഒരു ബ്രിഡ്ജ് ഉണ്ട്, ശരി ആയിക്കോട്ടെ, ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ഒരു ബ്രിഡ്ജിലൂടെ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. ശരി, ട്രെയിൻ ഇപ്പോൾ സപ്പോസ് ഇവിടെ നിന്ന് ട്രെയിൻ ബ്രിഡ്ജ് കയറാൻ പോകാമെന്ന് വിചാരിച്ചോ. എൻ്റെ ട്രെയിൻ ഇങ്ങനെയാണ്, ക്ഷമിക്ക്. ഓക്കെ, ട്രെയിനിൻ്റെ ലെങ്ത് വന്നിട്ട് എത്രയാ? ട്രെയിനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 100 meter ആണ്. ആൻഡ് ക്രോസസ് എ ബ്രിഡ്ജ് ഇൻ 20 seconds. അപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ഈ ബ്രിഡ്ജിൻ്റെ ലെങ്ത് അറിയില്ല, ഞാൻ വെറുതെ L എന്ന് എഴുതി. ആൻഡ് ഇവിടെ ക്രോസ് ചെയ്യുന്ന സമയം തന്നിട്ട് എത്രയാ? 20 seconds ക്രോസ് ചെയ്യും. ആൻഡ് ഇഫ് ഇറ്റ് സ്പീഡ് ഈസ് ഇൻക്രീസ് ബൈ 10 meter per second, അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി അറിയില്ല. തൽക്കാലം ഇതിൻ്റെ വെലോസിറ്റി എന്നുള്ളത് V എന്നെടുത്തു ഞാൻ. ആൻഡ് സെക്കൻഡ് കേസിൽ എന്ത് പറ്റി? സെക്കൻഡ് കേസിൽ ഇതേ ബ്രിഡ്ജ് തന്നെ ക്രോസ് ചെയ്യാണ്, പക്ഷേ ഇത്തവണ എന്ത് പറ്റി? ഇതേ ട്രെയിന് തന്നെയാണ്, ട്രെയിനിൻ്റെ ലെങ്ത് എല്ലാം സെയിം ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ട്രെയിന് 10 meter per second സ്പീഡ് കൂട്ടി. അപ്പോൾ എന്ത് പറ്റും? ഇതിൻ്റെ ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് V + 10 ആയി, 10 meters per second കൂട്ടി. അങ്ങനെയാണെങ്കിൽ ട്രെയിൻ വിൽ ക്രോസ് ദ ബ്രിഡ്ജ് ഇൻ 10 seconds. ഒന്നും അധികം തന്നില്ല, ഇവിടെ എന്താ T = 10 seconds എന്ന് വരും. വേറെ ഒന്നും മാറ്റം വന്നില്ല, അതിൻ്റെ ലെങ്ത് L ഒരു മാറ്റം വന്നില്ല. അപ്പോൾ കഴിഞ്ഞു. ഈ ചോദ്യം എന്താ? ബ്രിഡ്ജിൻ്റെ ലെങ്ത് എന്താണ്? ഇത് ധാരാളമാണ്. ഇനി നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങൾ സ്കൂളിൽ പഠിച്ച സിമ്പിൾ മാത്തമാറ്റിക്സ് ഇതിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നോക്കിക്കേ, ആദ്യത്തേന്ന് നിങ്ങൾക്ക് അറിയുന്ന ഒരേ ഒരു ഇക്വേഷൻ എന്താ? വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സമയമാണ്. ഇവിടെ ഈ ട്രെയിൻ ക്രോസ് ചെയ്യുന്ന വെലോസിറ്റി അല്ലെങ്കിൽ ട്രെയിൻ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെലോസിറ്റി സ്പീഡാണ് തന്നിരിക്കുന്നത്. ക്രോസ് ചെയ്തെടുക്കുന്ന സമയം എത്രയാണ് നിൽക്കുന്നത്? 20 seconds. സോ സമയം തന്നിട്ടുണ്ട്, എത്രയാ? സമയം എന്ന് പറയുന്നത് 20 seconds ആണ്. ഇനി എത്ര ദൂരം കവർ ചെയ്യണം? ട്രെയിന് ഈ പാലം മൊത്തം ഓടിച്ചു കഴിയണം. എന്നിട്ടോ പാലം മൊത്തം ഓടിച്ചു കഴിയുമ്പോഴും ട്രെയിൻ എവിടെയാ? ട്രെയിൻ ഇവിടെ നിൽക്കുക അല്ലേ? പാലം മൊത്തം ഓടിച്ചു കഴിഞ്ഞാലും ഇതാണ് നമ്മുടെ പാലം അല്ലേ? പാലത്തിന്റെ ഇവിടെ എത്തുന്ന സമയത്ത് ട്രെയിനിന്റെ മുൻഭാഗം എന്ത് ചെയ്തു? പാലത്തിന്റെ അറ്റത്തെത്തി. പക്ഷെ പാലം ക്രോസ് ചെയ്തോ? പാലം ക്രോസ് ചെയ്യണമെങ്കിൽ ട്രെയിൻ എവിടെ എത്തണം? ട്രെയിൻ ഇവിടെ എത്തണം. ട്രെയിൻ ഇവിടെ എത്തണമെങ്കിൽ ട്രെയിൻ എത്ര ദൂരം കൂടെ അധികം കവർ ചെയ്യണം? ഈ ട്രെയിനിൻ്റെ ദൂരം അല്ലെങ്കിൽ ട്രെയിനിൻ്റെ ലെങ്ത് കൂടെ ട്രെയിൻ കവർ ചെയ്താലല്ലേ പാലം മുഴുവനായിട്ട് ട്രെയിൻ കവർ ചെയ്തു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂ. അപ്പോൾ ട്രെയിൻ മൊത്തത്തിൽ ട്രാവൽ ചെയ്യേണ്ട അല്ലെങ്കിൽ ട്രെയിനിൻ്റെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ട് മൊത്തത്തിൽ ട്രാവൽ ചെയ്യേണ്ട ദൂരം എത്രയാ? മൊത്തത്തിൽ ദൂരം കവർ ചെയ്യേണ്ട പറഞ്ഞാൽ പാലത്തിൻ്റെ ദൂരം പ്ലസ് ട്രെയിനിൻ്റെ ദൂരം. ട്രെയിനിൻ്റെ ലെങ്ത് എത്രയാ? തന്നിട്ടുണ്ട് 100 meter എന്നുള്ളത്. കഴിഞ്ഞേ. രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്പീഡ് 10 meter per second കൂടുതൽ സ്പീഡിൽ ഓടി. അങ്ങനെയാണെങ്കിൽ ട്രെയിനിൻ്റെ സ്പീഡ് എന്താ? നിങ്ങൾക്ക് അറിയുന്ന ഒരേ ഒരു ഇക്വേഷനേ ഉള്ളൂ. എത്രയാ? സമയം തന്നിട്ടുണ്ട് 10. ഇവിടെയും ട്രാവൽ ചെയ്യുന്ന ദൂരത്തിൽ വല്ല മാറ്റം ഉണ്ടോ? L + 100 തന്നെ ആയിരിക്കില്ലേ? ഇനി ഇതൊന്ന് അപ്ലൈ ചെയ്തേ. സാധാ നിങ്ങൾ സ്കൂളിൽ പഠിച്ച അതേ കാര്യം അപ്ലൈ ചെയ്തില്ലേ? എന്താ നിങ്ങൾ മേലെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിന് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ഇക്വേഷൻ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിനിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൂടെ? 20 × V = എത്രയാ? L + 100. ഇനി രണ്ടാമത്തെ കാര്യത്തിലോ 10 × V + 100 = എന്ത് വരും? L + 100. കഴിഞ്ഞില്ലേ? ഇത് രണ്ടും ഈക്വൽ അല്ലേ? നോക്കിയേ, ഇവിടെയും L + 100, ഇവിടെയും L + 100. സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? ഏതെങ്കിലും സമ്മിൻ്റെ ഒരു സൈഡിൽ ഈക്വൽ ആണെങ്കിൽ അതിനർത്ഥം ഇപ്പുറത്തെ സൈഡിലുള്ള സാധനം എന്ത് തന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതും ഈക്വൽ ആണ്. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് എഴുതുന്നുണ്ട്. എന്താ? 20 × V = 10 × V + 100 എന്ത് കിട്ടും? കുറച്ച് എന്ത് കിട്ടും? 10 × V = 100 ഓർ വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് കിട്ടും? 10 meter per second എന്നുള്ളത് കിട്ടും അല്ലേ? വെലോസിറ്റി എന്നുള്ളത് 10 meter per second എന്നുള്ളത് കിട്ടും. ഇനി എന്തേ വേണ്ടു? നിങ്ങൾക്ക് ഇതിൽ ഏത് വേണേ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോ. എന്ത് കിട്ടും? അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം. എന്താ? V = L + 100 /
20 എന്നുള്ളത് തന്നിരിക്കുന്നത്. വി എത്ര കിട്ടി നിങ്ങൾക്ക്? 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എന്ത് കിട്ടും? 200 ഈസ് ഈക്വൽ ടു L + 100 ഓർ L ഈസ് ഈക്വൽ ടു എന്ത് വരും? 100 അല്ലേ? ലെങ്ത് എന്ന് പറയുന്നത് എന്ത് കിട്ടും? ലെങ്ത് എന്ന് പറയുന്നത് 100 മീറ്റർ എന്നുള്ളത് കിട്ടും അല്ലേ? മീറ്റർ തന്നെയല്ലേ? മീറ്റർ തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. നോക്കിയേ, ഇതിന് നിങ്ങൾ പുതിയതായിട്ട് ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തില്ല. ഈ ട്രെയിനിലൊന്നും കൊണ്ടുപോയി പുതിയ ഇക്വേഷൻസ് ഒന്നും പഠിച്ചിരിക്കല്. ഏറ്റവും എളുപ്പത്തിൽ പരീക്ഷ പാസ്സാകാനുള്ള വഴി നോക്കി. ഇവിടെ നിങ്ങൾ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. സ്കൂളിൽ പഠിച്ച ബേസിക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടലും അല്ലെങ്കിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യലും മാത്രമേ നിങ്ങൾ ചെയ്തുള്ളൂ. ഇങ്ങനെ തന്നെ പ്രോബ്ലം ചെയ്ത് പഠിക്കുക. പക്ഷേ പ്രാക്ടീസ് മാക്സിമം ചെയ്യണം. ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇത്രയും ഇക്വേഷൻ ഇങ്ങനെയൊക്കെ എഴുതി. സത്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഒറ്റയടിക്ക് നോക്കിയിട്ട് എഴുതാനൊക്കെ പറ്റുമല്ലേ? അതാണ് ഞാൻ പ്രാക്ടീസ് വേണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഉടനെ പിന്നെ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നോക്കിയാൽ ഇത് തന്നെ നിങ്ങൾക്ക് എഴുതാം 20v = 10v + 100. നിങ്ങൾ മനസ്സ് ചെയ്യും 20v = 10v + 100 ആണെങ്കിൽ 10v = 100 v = 10 എന്നുള്ളത് നിങ്ങൾ ഇവിടെ തന്നെ എഴുതും. മനസ്സിലായില്ല? അപ്പം നിങ്ങൾ ഈ ലെങ്ത് കണ്ട് പേടിക്കേണ്ട. ഇതൊന്നും നിങ്ങൾ പരീക്ഷകളിൽ അപ്ലൈ ചെയ്യേണ്ടി വരില്ല. ഇഫ് നിങ്ങൾ ഇനോഫ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇന്ന് മുതൽ ചെയ്യണം. ഓക്കെ, അടുത്ത പോയി നോക്കിയേ. കള്ളനും പോലീസും. കള്ളനും പോലീസും ഓടുക തന്നെ ചെയ്യുക. കള്ളനും പോലീസിന് സ്പീഡും ടൈമും തന്നെയുള്ള. ഇതിലും നിങ്ങൾ പുതിയതായിട്ട് ഒരു ഇക്വേഷനും പഠിക്കേണ്ടതല്ല. നോക്കിയേ, എ തീഫ് ഈസ് എന്താ ചെയ്തിരിക്കുന്നത്? അയാൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. റണ്ണിങ് അവേ on the straight road with a speed of 8 meter per second. ആയിക്കോട്ടെ, കള്ളൻ ഓടുന്ന സ്പീഡ് തന്നിട്ടുണ്ട്. ഇഫ് എ പോലീസ്മാൻ chases him in a jeep following the speed of at a speed of 10 meter per second. അതായത് കള്ളൻ ഓടുന്ന സ്പീഡ്, പോലീസ് ജീപ്പിൽ ഓടുന്ന സ്പീഡ്. ആൻഡ് if the instantaneous separation of the jeep and motorcycle is 50 മീറ്റർ, അതായത് അയാൾ മോട്ടോർ സൈക്കിൾ ഇതും തമ്മിലുള്ള സ്പീഡ് എത്രയാ? ദൂരം എത്രയാ? 50 മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ഫോർ ദ പോലീസ്മാൻ ടു ക്യാച്ച് ദ തീഫ്? എത്ര കഴിഞ്ഞാലാണ് പിടിക്കാൻ പറ്റുക? അത് എളുപ്പം, ഭയങ്കര എളുപ്പമാണ് ചോദ്യം. ഒന്നും അധികമായിട്ട് തന്നിട്ടില്ല. നോക്കിയേ, നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. ഇതേ ഒരു റോഡിലൂടെ എന്ത് ചെയ്യുന്നു? ഒരു കള്ളൻ ഓടിക്കൊണ്ടിരിക്കുന്നു. ആയിക്കോട്ടെ, കള്ളൻ പോകുന്ന സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കള്ളൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എല്ലാം ഒരേ മീറ്ററിലും സെക്കൻഡിലും ആയതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നമ്പർ മാത്രമേ ഇടുന്നുള്ളൂ. യൂണിറ്റ് ഒന്നിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല, എളുപ്പമാണ്. പിന്നെയോ, അതിൻ്റെ തൊട്ട് ബാക്കിൽ ഒരു പോലീസുകാരൻ ഓടുന്നുണ്ട്. പോലീസുകാരൻ ഓടുന്ന സ്പീഡ് എത്രയാണ് നിൽക്കുന്നത്? പോലീസുകാരൻ ഓടുന്ന അല്ലെങ്കിൽ പോലീസ് ജീപ്പിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 10 ആണ്. ഇവർ തമ്മിലുള്ള ഇപ്പോഴത്തെ ദൂരം തന്നിട്ടുണ്ട് എത്രയാ? 50 മീറ്റർ ആണ്. ഇനി ഇയാൾ ഓടും, പോലീസ് പിന്നാലെ ചേസ് ചെയ്യും. എത്ര സമയം കഴിഞ്ഞാലാണ് ചേസ് ചെയ്യാൻ പറ്റുക? പിടിക്കാൻ പറ്റുക അല്ലേ? അപ്പോൾ തൽക്കാലം ഇവിടെ വെച്ചിട്ടാണ് പിടിക്കുന്നതെന്ന് ചോദിച്ചോ. ഈ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് ഇയാളെ പിടിക്കും. ഇവിടുന്ന് അങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഞാൻ സപ്പോസ് L ദൂരമാണെന്ന് എടുത്തു. L ദൂരം കഴിഞ്ഞാലാണ് പിടിക്കുക. ഇനിയോ, നിങ്ങൾക്ക് അറിയുന്ന സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിലെ ഒരേ ഒരു ഫോർമുല, വെലോസിറ്റി = ഡിസ്റ്റൻസ് ബൈ സമയം. മതി, ഇവിടെയും മതി, ധാരാളം. എന്താ എഴുതിയിരിക്കുന്നത്? കള്ളൻ. ഓക്കെ, ഞാൻ എഴുതി കള്ളൻ ഓടുന്ന സ്പീഡ്. മറന്നില്ലോ ചങ്ങായി, അതേ സ്പീഡിലാണ് ഓടുന്നത്. കള്ളൻ ഓടുന്ന സ്പീഡ് എന്ന് പറയുന്നത് കള്ളൻ ഓടിയ ദൂരം ബൈ കള്ളൻ എടുത്ത സമയം. കള്ളൻ ഓടിയ ദൂരം എത്രയാ? കള്ളൻ ഇവിടുന്ന് ഇത്ര ദൂരം ഓടിയപ്പോഴേക്ക് പോലീസ് പിടിച്ചു. അപ്പോൾ കള്ളൻ ഓടിയ ദൂരം എന്തേ ഉള്ളൂ? L. കള്ളൻ എടുത്ത സമയം എന്താ? കള്ളൻ എടുത്ത സമയം നിങ്ങൾക്ക് അറിയില്ല, കാരണം ആ സമയത്താണല്ലോ പോലീസ് പിടിച്ചത്. കള്ളൻ എടുത്ത സമയം തൽക്കാലം നിങ്ങൾ T എന്നെടുത്തു. ഇനി പോലീസിന്റെ സ്പീഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാതെ നമുക്ക് പിന്നെ കൊടുക്കാം. പോലീസിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാ? പോലീസ് ഓടിയ ദൂരം എത്രയാ? കള്ളൻ ഒരു L ദൂരം ഓടി, പോലീസ് ഓൾറെഡി ഒരു 50 മീറ്റർ ബാക്കിലായിരുന്നു. L + 50 ബൈ എടുത്ത സമയം എത്രയാ? നിങ്ങൾക്ക് അറിയില്ല, കാരണം അതാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇത് നിങ്ങൾക്ക് അറിയില്ലേ? കള്ളന്റെ സ്പീഡ് എത്രയാ? കള്ളന്റെ സ്പീഡ് തന്നിട്ടുണ്ട് 8 എന്നുള്ളത്. പോലീസിന്റെ സ്പീഡ് എത്രയാ? 10 എന്നുള്ളതും തന്നിട്ടുണ്ട്. ഇനി നോക്കിക്കേ, എളുപ്പമായില്ലേ? നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇതിൽ നിന്നിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് L = എന്ത് കിട്ടും? 8t എന്നുള്ളത് കിട്ടും. ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ നിങ്ങൾക്ക് എന്ത് കിട്ടും? L + 50 = എന്ത് കിട്ടും? നിങ്ങൾക്ക് 10t എന്ന് കിട്ടും അല്ലേ? നിങ്ങൾ കുറച്ച് നോക്കിയേ എന്ത് കിട്ടും? ഇതിൽ നിന്ന് കുറച്ചോ നിങ്ങൾ 50 = എന്ത് കിട്ടും? ഈ ഇക്വേഷൻ നിങ്ങൾ കുറയ്ക്കുക. നമ്പർ കുറയ്ക്കുന്ന പോലെ തന്നെ ഈ ഇക്വേഷൻ കുറയ്ക്കുക എന്നുള്ളതൊന്നും വലിയ എന്തോ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. നോക്കിയേ, ഈ ഇക്വേഷൻ കുറിച്ചാൽ L പോയാൽ പോയി. ഇനിയോ 50 0 പോയാൽ 50 = 2t. ഓർ ടൈം എത്ര കിട്ടും? 25 സെക്കൻഡ് എന്നുള്ളത് കിട്ടും. നോക്കിയേ, എളുപ്പമല്ലേ? നിങ്ങൾ വേറെ എന്തെങ്കിലും ഇതിൻ്റെയൊക്കെ ഭയങ്കര അടുത്ത ലെവൽ ചോദ്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് കവർ ചെയ്യാം. പക്ഷേ ഇപ്പോൾ PSC ചോദിക്കുന്ന ലെവൽ ഓഫ് ചോദ്യങ്ങൾ ഇതാണ്. അപ്പോൾ ഈ ചുരുങ്ങിയ സമയത്തോട്ട് നിങ്ങളുടെ കയ്യിൽ മിനിമം വേണ്ട റിക്വയർമെൻറ്റ് എന്നാണ് ഞാൻ പറയുന്നത്. ഈ ഒരു സ്കില്ല് നോക്കിയേ, 25 സെക്കൻഡ് എത്ര എളുപ്പമാണ്. നിങ്ങൾ വേറെ എന്തെങ്കിലും അപ്ലൈ ചെയ്തോ അതിൽ? അടുത്തത് നോക്കിയേ, എന്താ പറഞ്ഞിരിക്കുന്നത്? കുറച്ച് ലെങ്ത് ഉള്ളൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എന്താ പറയുന്നത്? ഇൻ എ ഫ്ലൈറ്റ് ഓഫ് 600 കിലോമീറ്റർ
An aircraft was slowed down due to the bad weather. Okay, aircraft slow down ചെയ്തു and its average speed of the trip was reduced by 200 km/h and the time of the flight increased by 30 minutes and duration of the flight is. നോക്കിയേ, വായിച്ചു വരുമ്പോൾ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ സത്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ബാഡ് വെതർ കാരണം സ്വാഭാവികമായും എയർക്രാഫ്റ്റിന്റെ സ്പീഡ് ഒന്ന് കുറയ്ക്കേണ്ടി വന്നു. അങ്ങനെ കുറയ്ക്കേണ്ടി വരുമ്പോൾ അവർ മൊത്തത്തിൽ എടുത്ത സമയം ഒരു 30 മിനിറ്റ് എന്ത് ചെയ്തു, കൂടിപ്പോയി. അങ്ങനെയാണെങ്കിൽ എത്ര സമയമാണ് ഫ്ലൈ ചെയ്തത്? വളരെ എളുപ്പമാണ്. നോക്കിയേ, വീണ്ടും ഞാൻ പറയുന്നു, എന്താ പറഞ്ഞിരിക്കുന്നത്, മൊത്തം ട്രാവൽ ചെയ്ത ദൂരം തന്നിട്ടുണ്ട്. എത്രയാ? 600 കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്തത്. മാറാൻ പോകുന്നില്ലല്ലോ. ഇനി ആൻഡ് ആ ഒരു വി എന്ന സ്പീഡിൽ സാധാരണഗതിയിൽ പോകേണ്ടതായിരുന്നു അല്ലേ, വി എന്ന സ്പീഡിൽ പോകേണ്ടതായിരുന്നു. പക്ഷെ അപ്പോഴാണ് എന്ത്, പെട്ടെന്ന് സ്പീഡ് കുറയ്ക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? ബാഡ് വെതർ കാരണം സ്പീഡ് കുറയ്ക്കേണ്ടി വന്നു. ബാഡ് വെതർ കാരണം സ്പീഡ് എത്ര കുറയ്ക്കേണ്ടി വന്നു? ആദ്യത്തെ സ്പീഡിൽ നിന്ന് എത്ര കുറയ്ക്കേണ്ടി വന്നു? ഒരു 200 km/h കുറയ്ക്കേണ്ടി വന്നു. എല്ലാം കിലോമീറ്റർ/ലും അവറിലും ആയതുകൊണ്ട് ഞാൻ എന്ത് എഴുതുന്നില്ല, യൂണിറ്റ് തൽക്കാലം എഴുതുന്നില്ല. ആൻഡ് എടുത്ത സമയം എന്താ, സാധാരണഗതിയിൽ വി എന്ന സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ടി എന്ന സമയത്ത് എത്തുമായിരുന്നു എന്ന് വിചാരിച്ചോ. ഇപ്പൊ എപ്പോഴെത്തിയേ? ഇവിടെയും ദൂരം മാറുന്നില്ല അല്ലെ, ദൂരം 600 തന്നെയാണ്. സ്പീഡ് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അയാൾ എടുക്കുന്ന സമയം എന്താന്ന് പറഞ്ഞത്, സമയം ഒരു 30 മിനിറ്റ് കുറയും. 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര പറ, 30 മിനിറ്റ് പറഞ്ഞാൽ അരമണിക്കൂർ അല്ലെ, ഒരു അരമണിക്കൂർ കുറഞ്ഞു അല്ലേ, സോറി അരമണിക്കൂർ കുറഞ്ഞല്ല, അരമണിക്കൂർ കൂടി, കാരണം സ്പീഡ് കുറഞ്ഞു, അരമണിക്കൂർ കൂടി. അങ്ങനെയാണെങ്കിൽ മൊത്തം എടുത്ത സമയം എത്ര എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ മൊത്തം ഡ്യൂറേഷൻ ഓഫ് ദ ഫ്ലൈറ്റ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നോക്കിയേ, ഫസ്റ്റ് തിങ് എന്താ പറഞ്ഞിരിക്കുന്നത്, ആദ്യത്തെ തന്നെ നിങ്ങൾക്ക് എന്ത് എഴുതാം, നിങ്ങൾക്ക് അറിയുന്ന ഒരേ ഒരു ഇക്വേഷൻ നിങ്ങൾ എഴുതാൻ പോകുന്നു. വെലോസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾ എഴുതിയ എന്താ, വി ഈക്വൽ ടു എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് 600 ഡിവൈഡഡ് ബൈ ടി എന്ന് പറയുന്ന സമയം അല്ലേ. ആൻഡ് സെക്കൻഡ് നിങ്ങൾ എഴുതി ഡിസ്റ്റൻസ് ഇപ്പോഴും മാറുന്നില്ല, പക്ഷെ നിങ്ങളുടെ സ്പീഡ് എന്തായി, വി -200 എന്നുള്ളതായി സ്പീഡ് അല്ലേ, വി -200 എന്നുള്ളതായി സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് മാറുന്നില്ല 600 ഡിവൈഡഡ് ബൈ, പക്ഷെ സമയം എന്നുള്ളത് എന്തായി, ടി + 0.5 എന്നുള്ളതായി. നിങ്ങൾക്ക് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്തുകൂടെ? നോക്കി, ഞാൻ മുമ്പ് പറഞ്ഞ അതേ കാര്യം, മേലെ ഇവിടെ 2 പേർത്തും 600 ഉണ്ട് അല്ലേ. സോ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും, 600 = v × t ആണ്. 600 = v - 200 × t + 0.5 ആണ്. ഇനി ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോൾവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ദ്വിമാന ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു t² ഒക്കെ വരുന്ന പോലെ ഒരു ഇക്വേഷൻ കിട്ടും. നിങ്ങളത് സോൾവ് ചെയ്യേണ്ടി വരും. അങ്ങോട്ട് നിങ്ങൾക്ക് കടക്കാം, സോൾവ് ചെയ്യാം, വലിയ പണിയൊന്നുമില്ല. ഒരു 30 സെക്കൻഡ് അധികം എടുക്കുമായിരിക്കും. പോട്ട് അങ്ങനെ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്തോ, ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറെ അടുത്തൊരു ക്ലാസ്സിൽ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്നത്, പക്ഷെ ഇത് അങ്ങോട്ട് നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ഇത് നോക്കിയേ, 1 3 2 4 പോലെയുള്ള ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഈ ഓപ്ഷൻ അപ്ലൈ ചെയ്ത് നോക്കുക എന്നുള്ളത് ഈ മാത്സ് പ്രോബ്ലങ്ങളിൽ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കാണിക്കാൻ പറ്റിയൊരു ചോദ്യം ഇത്. നോക്കിയേ, ആയത് കണക്കിൽ v = 600/t. ഞാൻ ഓപ്ഷൻ എ തന്നെ അപ്ലൈ ചെയ്ത് നോക്കും. നോക്കിയേ, v = 600/t എന്നാ, അഥവാ 600/1. v = എന്ത് വരും, 600 എന്നുള്ളത് വരും. ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ എന്താ, v - 200 = 600 ഡിവൈഡഡ് ബൈ 1 അല്ലെ. t = 1 അവർ നമ്മൾ നോക്കി, 1 + 0.5 അഥവാ 1.5. 600/1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, 3/2. അപ്പോൾ എന്ത് വരും, 400 എന്ന് വരും. 400 + 200 അഥവാ v = എന്ത് വരും, 600 എന്ന് വരും. നോക്കിയേ, ഇവിടെയും v = 200, ഇവിടെയും v = 200. അതായത് നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ആൻസർ കിട്ടി, ഓപ്ഷൻ എ ആണ് ആൻസർ. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾവ് ചെയ്ത് നോക്കാം, വലിയ സമയമൊന്നും എടുക്കില്ല. പക്ഷേ ഇതാണ് ഈ ഒരു ചോദ്യത്തിൽ ഏറ്റവും എഫക്റ്റീവ് വഴി. ഇതിന് മുമ്പ് ചെയ്ത ചോദ്യങ്ങളിലും ഇതേപോലെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. പലപ്പോഴും ഇത്തരം ചോദ്യങ്ങളിൽ ഈ ഓപ്ഷൻ ഇട്ട് നോക്കുക ഭയങ്കര എളുപ്പമുള്ള ഒരു കാര്യമാണ്. ചെയ്ത് നോക്കിയിട്ട് പറയണേ. ഇനി നോക്കിയേ, അടുത്തത് നോക്കിയേ, ട്രെയിൻ 18 സെക്കൻഡിൽ എന്ത് ചെയ്യുന്നു, ഒരു ബ്രിഡ്ജ് കവർ ചെയ്യുന്നു. അതേ ട്രെയിൻ തന്നെ, പക്ഷെ ബ്രിഡ്ജിൽ നിൽക്കുന്ന ഒരാളെ കവർ ചെയ്യാൻ 10 സെക്കൻഡ് മതി. ട്രെയിനിന്റെ സ്പീഡ് 90 ആണ്. അങ്ങനെയാണെങ്കിൽ ബ്രിഡ്ജിന്റെ ദൂരം എത്രയാ? നോക്കിയേ, വരച്ച് നോക്കിയേ. ബ്രിഡ്ജിന്റെ ദൂരം അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, ബ്രിഡ്ജ് പാസ് ചെയ്യാൻ ട്രെയിനിന് എത്ര സമയം വേണം, 18 സെക്കൻഡ് വേണം. ഇനിയോ, ട്രെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രെയിൻ കവർ ചെയ്യാൻ ട്രെയിനിന്റെ ദൂരം കൂടെ കവർ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതേ എന്താ പറയുക, ബ്രിഡ്ജിൽ നിൽക്കുന്ന ഒരാളെ ഇതേ ട്രെയിൻ പക്ഷേ കടന്നു പോകാൻ ട്രെയിനിന്റെ ദൂരം എത്രയാ, x.
കടന്നു പോകാൻ വേണ്ടി ട്രെയിൻ എത്ര സമയം എടുക്കൂ? ട്രെയിൻ 10 സെക്കൻഡ് എടുക്കൂ. ഇനി തന്നിരിക്കുന്ന ട്രെയിനിൻ്റെ സ്പീഡ് ഭയങ്കര സൂക്ഷിക്കുക. ട്രെയിനിൻ്റെ സ്പീഡ് ഇവിടെ തന്നിരിക്കുന്നത് km/hലാണ്. ബാക്കി എല്ലാ യൂണിറ്റും മീറ്ററിലും സെക്കൻഡിലായതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവിടെ വെച്ച് തന്നെ നിങ്ങൾ ട്രെയിനിൻ്റെ സ്പീഡ് മീറ്റർ/സെക്കൻഡിലോട്ട് കവർ ചെയ്യുന്നു. 90 km/h എന്ത് ചെയ്യും? മീറ്റർ/സെക്കൻഡിലോട്ടാക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 5/18. 90 ഇൻറ്റു 5/18 എത്രയാ? 25 മീറ്റർ/സെക്കൻഡ്. 25 മീറ്റർ/സെക്കൻഡ് എന്നുള്ളതാണ് എന്ത്? ട്രെയിനിൻ്റെ സ്പീഡ് എന്നുള്ളത്. കഴിഞ്ഞു. ഇനി പരിപാടി എല്ലാം കഴിഞ്ഞു. ഇവിടെ നോക്കിയേ പാളത്തിൽ നിൽക്കുന്ന ഒരാളെ കവർ ചെയ്യുമ്പോൾ ട്രെയിൻ ഓടേണ്ട ദൂരം എന്താ? ട്രെയിനിൻ്റെ ദൂരം മാത്രമാണ്. കാരണം അവിടെ പാലം കവർ ചെയ്യണോ? വേണ്ട. ഡിവൈഡർ ബൈ സമയം എത്രയാ? 10. സ്പീഡ് എത്രയാ? 25. ട്രെയിനിൻ്റെ ദൂരം കിട്ടി. ട്രെയിനിൻ്റെ ദൂരം എത്രയാ? 250 മീറ്റർ ആണ് ട്രെയിനിൻ്റെ ദൂരം. 250 മീറ്റർ ആണ് ട്രെയിനിൻ്റെ ദൂരം. ഇനി നിങ്ങൾ ഇവിടെ കൊണ്ട് ഇത് അപ്ലൈ ചെയ്യുന്നു. എന്താ ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വീണ്ടും ദൂരം എന്നുള്ളത് ഒരു പാളം മൊത്തം കടക്കാൻ ട്രെയിൻ എടുക്കേണ്ട ദൂരം എന്നുള്ളത് എന്ത് വരും? പാളത്തിൻ്റെ ദൂരം പ്ലസ് ട്രെയിനിൻ്റെ ദൂരം ഡിവൈഡർ ബൈ എടുത്ത സമയം തന്നിട്ടുണ്ട്. എത്രയാ? 18 സെക്കൻഡ് ആണ് അല്ലേ? സ്പീഡ് എത്രയാ? സ്പീഡ് നമ്മൾ കണ്ടുപിടിച്ചു. സ്പീഡ് തന്നിട്ടുണ്ട്. എത്രയാ? 25 എന്നുള്ളതാണ്, അഥവാ മീറ്റർ/സെക്കൻഡ് ആണ്. ട്രെയിനിൻ്റെ ദൂരം ഇപ്പം നിങ്ങൾക്ക് അറിയാം എത്രയാ? ട്രെയിനിൻ്റെ ദൂരം എന്ന് പറയുന്നത് 250 മീറ്റർ ആണ്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ട്രെയിനിൻ്റെ ദൂരം കിട്ടും. നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്താണ് ഇവിടെ ബ്രിഡ്ജിൻ്റെ നീളം എന്നുള്ളത് നിങ്ങൾ കവർ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ, ആൻസർ മറക്കാതെ എഴുതണേ. ആൻഡ് അടുത്ത ചോദ്യം എന്താ? അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് വീണ്ടും ട്രെയിനെ കുറിച്ചാണ്. 2 ട്രെയിൻ ഉണ്ട്. ഒരു ട്രെയിനിൻ്റെ ദൂരം 240 മീറ്റർ ആണ്. രണ്ടാമത്തെ ട്രെയിനിൻ്റെ ദൂരം എത്രയാ? 180 മീറ്റർ ആണ്. ആൻഡ് 2 ട്രാവൽ ചെയ്യുന്ന സ്പീഡ് തന്നിട്ടുണ്ട്. ഒന്ന് 200 km/hലും ഒന്ന് 160 km/hലുമാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് 2 മൂവ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സിലോട്ട് റിലേറ്റീവ് വെലോസിറ്റി വന്നു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഓൺ പാരലൽ ട്രാക്സ് ദെൻ ദി ടൈം ടേക്കൺ ടു ക്രോസ് ഈച്ച് അതർ. നോക്കിക്കേ, ഒരു ട്രെയിൻ ഉണ്ട്, വേറൊരു ട്രെയിൻ ഉണ്ട്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ട്രാക്കിലൂടെ പാരലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ വേറൊന്നിനെ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്താണെന്നുള്ള ചോദ്യം. എന്തൊക്കെയാണ് നിൽക്കുന്നത്? ആദ്യത്തെ ട്രെയിനിൻ്റെ ദൂരം എന്ന് പറയുന്നത് 240 മീറ്റർ ആണ്. എല്ലാം മീറ്ററിലല്ല, km/hലുണ്ട്. അതിനെ മാറ്റാൻ നിങ്ങൾ ചോദിക്കണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ടൈം ഇൻ സെക്കൻഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫൈനൽ ആൻസർ സെക്കൻഡിലായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം മീറ്ററിലും സെക്കൻഡിലും ചെയ്യാം. ഭയങ്കര എളുപ്പമാവും ചോദ്യം ചെയ്യാൻ. നോക്കിയേ, ഒന്ന് 240 മീറ്റർ, 180 മീറ്റർ ആണ് ഒന്നിൻ്റെ ദൂരം. ആദ്യത്തെ വെലോസിറ്റി എത്രയാണെന്ന് പറയുന്നത്? 200 km/h. ഇതിൻ്റെ വെലോസിറ്റി എന്നുള്ളത് 200 km/h എന്ന് പറഞ്ഞാൽ 5/18 മീറ്റർ/സെക്കൻഡ് അറിയാലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 900 അഥവാ 500/9 എന്ത്? മീറ്റർ/സെക്കൻഡ്. ഇനി അടുത്ത ട്രെയിനോ? അടുത്ത ട്രെയിനിൻ്റെ സ്പീഡും തന്നിട്ടുണ്ട്. അടുത്ത ട്രെയിനിൻ്റെ സ്പീഡ് എന്താ? അടുത്ത ട്രെയിനിൻ്റെ സ്പീഡ് 160 km/h എന്ന് പറഞ്ഞാൽ 160 ഇൻറ്റു 5/18 അല്ലേ? 160 ഇൻറ്റു 5/18. അപ്പോൾ നിങ്ങളോ 9, കാരണം ഇവിടെ 9 വരുന്നുണ്ട്. നമുക്ക് അവസാനം പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാവും. ഇവിടെയോ 80 അഥവാ 80 ഇൻറ്റു 5 400/9 എന്ത്? മീറ്റർ/സെക്കൻഡ്. രണ്ടിൻ്റെ സ്പീഡും രണ്ടിൻ്റെ ദൂരവും കിട്ടി. ഇനി എന്താ? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. ഒന്ന് ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ഒന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. ഇനി ഇത് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന, ഒന്ന് വേറൊന്നിനെ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ നിങ്ങൾ അങ്ങ് എഴുതി വെച്ച്. ടോട്ടൽ അഥവാ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ സമയമാണ്. സ്പീഡ് തന്നിട്ടുണ്ടോ? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന സമയത്ത് റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ളത് എന്താകുമെന്നാണ് നമ്മൾ പഠിച്ചേ? രണ്ടിൻ്റെയും സം ആകുമെന്ന് നിങ്ങൾ പഠിച്ചു. നോക്കിയേ, രണ്ടിൻ്റെയും സം എന്താ? വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റി എന്താ? വെലോസിറ്റി 100. രണ്ടിൻ്റെയും ഡിസ്റ്റൻസ് എന്നുള്ളത് എന്താ? നോക്കിയേ, ഈ ട്രെയിനിനെ അല്ലെങ്കിൽ ഈ ട്രെയിനിനെ ഫുള്ളായിട്ട് ക്രോസ് ചെയ്ത് പോകണം. അതായത് ഈ ട്രെയിനിൻ്റെ ദൂരവും കവർ ചെയ്യണം, അതിൻ്റെ മറ്റേ തല എന്തുകൂടെ ചെയ്യേണ്ടി വരും? ആ സ്വന്തം ഡിസ്റ്റൻസ് കൂടെ കവർ ചെയ്താലേ മൊത്തം ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടൂ. അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 240ഉം 180ഉം എത്ര വരും? 200ഉം 100ഉം 300, 80ഉം 40ഉം 120 എത്ര വരും? 420 ഡിവൈഡഡ് ബൈ ടി. ഇതിന്ന് സമയം കണ്ടെത്താൻ ഇതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കണ്ടെത്തി ആൻസർ എഴുതിക്കോ.
ഇത്രയേ ഉള്ളൂ, മനസ്സിലായി. അപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നമ്മളിപ്പോൾ ലാസ്റ്റ് 8 പ്രിലിംസിലൂടെ നടന്ന ഓൾമോസ്റ്റ് എല്ലാ ചോദ്യവും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി ഇത്തരം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. നോക്കി എത്ര എളുപ്പമാണ്. നമ്മൾ ഒന്നും അധികം പഠിച്ചിട്ടില്ല അല്ലേ. വെറും 3 ഇക്വേഷൻസ് കൊണ്ട്, അല്ലെങ്കിൽ വേണമെങ്കിൽ സിംഗിൾ ഇക്വേഷൻ എന്ന് പറയാവുന്ന ഒരേ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ഇതിൽ എല്ലാ ടൈപ്പ് ചോദ്യവും ചെയ്യാൻ പഠിച്ചു. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഇന്ന് ചെന്ന ഉടനെ ഇത്തരത്തിലുള്ള ഒരു 100 ചോദ്യമെങ്കിലും, അല്ലെങ്കിൽ എത്രയാണോ മാക്സിമം പറ്റുക അത്ര ചോദ്യങ്ങൾ ചെയ്തിട്ട് വരിക. സോ ദാറ്റ് നമുക്ക് എളുപ്പത്തിൽ ഈ 20 മാർക്ക് എന്നുള്ളത് 1 മാർക്ക് പോലും പോലെ, 1 മാർക്ക് പോലും 20ൽ 20 കിട്ടിയിരിക്കണം. ആ രീതിയിൽ നമുക്ക് പ്രിലിംസിൻ്റെ കട്ട് ഓഫ് ആയ ഒരു 60ലെ 3-1 അല്ലെങ്കിൽ 20 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ തന്നെ ഉറപ്പിക്കാം.